വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള ബസ്മതി റൈസ് എടുത്തുനിന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് കുതിർക്കണം. ഞാനിവിടെ ഒരു 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അടുത്തത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ ഓയിലും 1 സ്പൂൺ ഗീയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്തേക്ക് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു ഒനിയൻ്റെ പകുതി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ക്യാബേജ് ചോപ്പ് ചെയ്ത്, കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത്, ഇനി കുറച്ച് കോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി റൈസ് കുക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഫ്രൈ ചെയ്ത് നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റൈസും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പൊടിഞ്ഞു പോകാതെ വളരെ സോഫ്റ്റായിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ലെമണിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 വേവാവുന്നിടം വരെ നമ്മളിത് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ റൈസ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഗീ ഒന്ന് ഉരുക്കി പാത്രത്തിലൊന്ന് സ്പ്രെഡായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ലെയർ നമ്മൾ റൈസ് ഇട്ടിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ കുറച്ചുകൂടെ റൈസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ റൈസും വെജിറ്റബിളും കൂടെ നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഗീയും കൂടെ നമുക്ക് ഇടയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ റൈസ് ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് ഫൈനലായിട്ട് 1 ലെയർ റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്യാനായിട്ട് ആകെ ആവശ്യം വരുന്ന ഒരു 30 മിനിറ്റ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.